ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, ഇതൊന്ന് വേഗം ചെയ്ത് കൊടുത്തിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പം ഇത് നമ്മൾ മുൻപേ ഏറ്റിട്ടുണ്ടായിരുന്നു ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, തൊട്ടപ്പുറത്തുനിന്ന് തന്നെയാണ് കേട്ടോ, അർച്ചന തന്ന വർക്കായിരുന്നു. അപ്പോൾ കല്യാണിക്കുട്ടി അത് കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മുന്നിൽ പോകുന്നുണ്ട്, ഞാനും കണ്ണനും പിന്നിലും പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ടുപോകാനായിട്ട്. ഞാൻ വണ്ടി വിളിച്ചൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അച്ഛൻ പറഞ്ഞു വേണ്ട, ബൈക്കിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസത്തെ കാര്യമാണ് കേട്ടോ. പിറ്റേ ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് പോരും. അപ്പോൾ അധികം ബാഗിൽ കുറേ സാധനങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കൊണ്ടുപോകാനൊക്കെ. ഒരു ജോഡി ഡ്രസ്സോ അങ്ങനെയൊക്കെ മതി ഞങ്ങളുടെ. പിന്നെ കണ്ണൻ്റെ പാമ്പേഴ്സ്, വൈപ്സ്, മെഡിസിൻ അതൊക്കെ ആയിരിക്കും കൂടുതൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന സാധനങ്ങൾ കേട്ടോ. പിന്നെ ഈ സാധനങ്ങൾ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഞാൻ വെറുതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് കുറച്ച് ത്രെഡൊക്കെ കെട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ആകുമ്പോൾ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യുമല്ലോ, എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് തരാനും ഒക്കെ. അപ്പോൾ അതും ഞാൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ചാച്ചൻ വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. കുറേ നാളായിട്ടുണ്ട് ബൈക്കിൽ യാത്ര ചെയ്തിട്ട്. അപ്പോൾ ബൈക്കിലാണ് അച്ചാച്ചൻ്റെ പച്ചവണ്ടി എന്നാണ് കേട്ടോ കണ്ണനൊക്കെ കല്യാണിയൊക്കെ പറയുക. കാരണം അച്ഛൻ്റെ ഒരു പച്ച കളറിലുള്ള ഡിയോ ആണ് കേട്ടോ അച്ഛൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അച്ചാച്ചൻ്റെ പച്ചവണ്ടി വന്ന് അച്ചാച്ചൻ്റെ പച്ചവണ്ടിയിലാണ് പോകുന്നത് എന്നൊക്കെയാണ് അവരിങ്ങനെ പറയാറുള്ളത് കേട്ടോ. അപ്പോൾ കണ്ണനെയും പിടിച്ച് ടൂ വീലറിൽ ഇരിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഒക്കെയാണ്. ആൾക്ക് സന്തോഷം കൊണ്ട് ആളെ എന്നെ തള്ളി മറിച്ചിടാനൊക്കെ നോക്കും. പക്ഷെ അവൻ്റെ സന്തോഷം കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ ഒരു വഴി എത്തിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, ചേലുക്കാവ് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും കണ്ണൻ കിടന്ന് പടഞ്ഞും കൊണ്ടിരിക്കട്ടെ. പിന്നെ അവനിങ്ങനെ പിടിച്ച് വെക്കണം. അപ്പോൾ വീട്ടിലൊക്കെ ഇങ്ങോട്ട് കടക്കുമ്പോൾ തന്നെ ഉണ്ട് അതേ ഒരു മയിൽ. അപ്പോൾ നമ്മുടെ ഇവിടെയൊന്നും ഞാൻ അങ്ങനെ മയിലിനെ കണ്ടിട്ടില്ല, അവിടെ അമ്പലത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലും കൂടെ കയറാണ്ട് അപ്പുറത്തെ വീടിൻ്റെ ആ പറമ്പിലേക്കൊക്കെയാണ് കേട്ടോ വന്നത്. അപ്പോൾ അപ്പുറത്തെ വീടിൻ്റെ മുകളിലേക്കാണ് കയറി പോകുന്നുണ്ടായിരുന്നത് കേട്ടോ മയിൽ. അതിൻ്റെ മുകളിൽ നിൽക്കണം. അപ്പോൾ കണ്ണൻകുട്ടി അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ അകത്തൊക്കെ കയറി അമ്മാമ്മ കല്യാണിക്കുട്ടിക്ക് ഏതോ അമ്പലത്തിൽ പോയപ്പോൾ ഒരു കുഞ്ഞി കലമൊക്കെ മേടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കലായിരുന്നു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ കുറേ നേരം കണഞ്ഞൊക്കെ എടുത്തിട്ട് മുറ്റത്തൊക്കെ കുറേ നേരം ഇങ്ങനെ നടന്നിട്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ എന്തോ വല്ലാത്തൊരു ഫീലാണ്. നമ്മളുടെ വീടെന്ന് പറഞ്ഞാൽ ഒരു പാടത്തിൻ്റെ നടുക്കാണ്. അപ്പോൾ അവിടെ ശരിക്കും ഇങ്ങനെ ഒരു ഗ്രാമ ഭംഗിയൊക്കെയാണ് കേട്ടോ വീടിൻ്റെ അവിടെ ചെന്നാൽ. അത് ശരിക്കും ക്യാമറയിൽ കൂടെ നോക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മളുടെ വീട്, നമ്മളുടെ അടയ്ക്കാമരം, നമ്മളുടെ ചെത്തി, നമ്മളുടെ ചെടികൾ, പോത്തുട്ടന്മാർ, ഇതൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വളരെ നോർമൽ. പക്ഷേ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ എന്ത് ഭംഗിയാണല്ലേ, അടിപൊളി. അപ്പോൾ ഞാൻ വെറുതെ ഷൂട്ട് ചെയ്തിട്ട് അതൊരു വീഡിയോ ആക്കിയപ്പോൾ തന്നെ എനിക്ക് ആ വീഡിയോസൊക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടീനെ പോത്തൂട്ടന്മാരെ കാണിക്കാനായിട്ട് ഞാൻ എപ്പോൾ വന്നതാ, കുറേ നാളായിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്ന് നിന്നിട്ട്. അപ്പോൾ പോത്തിനെയൊക്കെ ഒന്ന് കാണിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ പാടത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട്, അച്ഛനാണെങ്കിൽ 100 നാവാനിട്ട് അവരെ പറ്റിയൊക്കെ പറയാനും. അച്ഛന് പിന്നെ വീഡിയോസ് എടുക്കുന്നതൊന്നും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. അമ്മയ്ക്ക് ഇത്തിരി ചമ്മലൊക്കെ പോലെ തന്നെയാണ് കേട്ടോ. പക്ഷേ ആളും കുഴപ്പമൊന്നുമില്ല, നിൽക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ അവരറിയാണ്ട് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു കേട്ടോ.